തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് സൂര്യ സജി കൂടി ചേരുന്നു. തൃശ്ശൂരിൽ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്ന സ്ഥലമാണ്. എങ്ങനെയാണ് പൊതുവെയുള്ള അവസ്ഥ? ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന സ്വിഫ്റ്റ് ബസ് ഏറെ നേരമായി സമരക്കാർ തടഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അത് പോലീസ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ആ ബസ്സിന് സർവീസ് നടത്തുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ശേഷം ബസ് ഇവിടെ നിന്ന് പുറപ്പെടുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. ഏറെ നേരം CUT പ്രവർത്തകരും അതോടൊപ്പം തന്നെ AITUC പ്രവർത്തകരും എല്ലാം ചേർന്ന് ഈ ബസ് തടഞ്ഞിടുകയായിരുന്നു. അവിടെ നിന്ന് ഈ ബസ് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ തടഞ്ഞു. പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട് ആ ബസ് സ്റ്റാൻഡിലെ ഈ ട്രാക്കിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി. അതിനുശേഷം ഈ ട്രാക്കിലേക്ക് വാഹനം പിടിച്ച സമയത്തും വലിയ രീതിയിൽ ഈ സമരത്തെ അനുകൂലിക്കുന്ന ആളുകൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും തൃശ്ശൂരിൽ കാണുന്നത് ആ ദൃശ്യത്തിൽ കാണുന്ന KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ KSRTC ബസ് സ്റ്റാൻഡിനകത്ത് അവർ പ്രതിഷേധിക്കുന്നതാണ്. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ഒരു പൊതു സാഹചര്യം, രാവിലെ ഓട്ടോറിക്ഷ അടക്കം സർവീസ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ സമരത്തെ അനുകൂലിക്കുന്ന ആളുകൾ രംഗത്തെത്തിയോടുകൂടി ഈ സർവീസുകളെല്ലാം തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലാകട്ടെ അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലാകട്ടെ യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ KSRTCയുടെ 2 സർവീസുകൾ ഇതിനോടകം തന്നെ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് സർവീസ് ആരംഭിക്കുകയും ചെയ്തു. നിലവിൽ തൃശ്ശൂരിലും ഒരു ഹർത്താലിന് സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്.